നമുക്കിത് മിഡ് റേഞ്ച് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ബാറ്ററി, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് ഉള്ള 3 ഫോൺസ് ഏതൊക്കെയാണ് നോക്കിയാലോ. ഓക്കെ, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ IQ Neo 10R. ഇതെന്ന് പറയുന്നത് IQന്റെ സൈഡിൽ നല്ല മാസീവ് ബാറ്ററിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ്. ഇതിൻ്റെ ബാറ്ററി എംഎച്ച് നോക്കുന്ന സമയത്ത് 7000 mAh വലിയൊരു ബാറ്ററിയാണ് ഇരിക്കുന്നത്. സോ സ്ക്രീൻ ഓൺ ടൈം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 9 hours 10 hours ഒക്കെ സുഖമായിട്ട് കിട്ടുന്നതായിരിക്കും. ഹാർഡ് കോർ ആണെങ്കിലും മനസ്സിലായില്ലേ. കാരണം ഇതിൻ്റെ പ്രൊസർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് TSMCൻ്റെ എന്താ പറയുക ഇവരെ സീരീസിലുള്ള 8th Gen 4 ആണ് ഇതിലവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, 4 nanometerൻ്റെ. സോ എഫിഷ്യൻറ്റും അത്യാവശ്യം ആയിരിക്കും, മനസ്സിലായില്ലേ. ഇത് ഹാർഡ് കോർ ഗെയിമേഴ്സിനാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ യൂസ് ആവുന്നത്. സോ ഇതിൻ്റെ ബാറ്ററിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് 120 wattsൻ്റെ വൈഡ് ചാർജിങ്ങാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക ഒരു 45 minutesൻ്റെ അകത്ത് എന്താണെങ്കിലും ഫുൾ ചാർജ് ആവുകയും ചെയ്യും. അടുത്തെന്ന് പറയുന്നത് Realme GT7. ഇതെന്ന് പറയുന്നത് റിയൽമീൻ്റെ സൈഡ് ചെയ്ത് അത്യാവശ്യം സെറ്റായിട്ടുള്ളൊരു ബാറ്ററി പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോണാണിത്. ഇത് റിയൽമീൻ്റെ ഒരു 10,000 mAhൻ്റെ വരുന്ന ഫോണുണ്ട്. എന്നാൽ ഇതൊരു എന്താ പറയുക കുറച്ചും കൂടെ കുറവായിട്ടുള്ളൊരു 7,000 mAhൻ്റെ ഒരു ഫോണാണ്. അത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇത് ലോഞ്ച് ആയിട്ടുണ്ട്. 7,000 mAhൻ്റെ ഒരു മാസീവ് ബാറ്ററിയാണ് ഇതിലും ഉള്ളത്. കൂടാതെ തന്നെ ഇതിലും സെയിം 120 wattൻ്റെ ഒരു വയേർഡ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിമെൻസിറ്റീൻ്റെ 9400E എന്ന് പറയുന്ന ഒരു പ്രൊസറാണ്. 9400ൻ്റെ ഒരു അണ്ടർക്ലോക്ക്ഡ് വേർഷൻ ആയിട്ടുള്ള ഈ സെയിം 808ൻ്റെ അണ്ടർക്ലോക്ക്ഡ് ആണല്ലോ 8th Gen 4. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു 9400E എന്ന് പറയുന്നത്, മനസ്സിലായോ. അപ്പം എഫിഷ്യൻറ്റ് വൈസ് ആയിരുന്നാൽ അത്യാവശ്യം സെറ്റായിരിക്കും. എന്താ പറയുക ഗെയിമിങ് ആ ഒരു ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ IQനെ കാട്ടി ഇത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും, മനസ്സിലായില്ലേ. കാരണം ഡിമെൻസിറ്റി കുറച്ചും കൂടെ ഓക്കെയാണ്, എഫിഷ്യൻ്റ് ആണ്. പിന്നെ റിയൽമി അത്യാവശ്യം നല്ലൊരു ഒപ്റ്റിമൈസും കൂടെ ചെയ്യും. സോ ഇതിൻ്റെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ 4 years OSും 6 years സെക്യൂരിറ്റി പാച്ചുമാണ് ഇവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്ഡേറ്റ് വൈസ് ആയിരുന്നാലും ഇത് കുറച്ചും കൂടെ നിൽക്കും, മനസ്സിലായില്ലേ. ഇതിലിപ്പം എന്താ പറയുക മദർ ബോർഡ് കംപ്ലൈൻറ്റ്, ഗ്രീൻ ലൈൻ ഇതൊക്കെ റിയൽമിയിൽ കുറച്ച് കുറവാണ്. സോ ഇത് അത്യാവശ്യം നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിലെ ലാസ്റ്റത്തെ ഫോൺ നോക്കാം. അതാണ് Redmi Note 14 Pro Plus എന്ന് പറയുന്ന ഫോൺ. ഇതിൻ്റെ ബാറ്ററി എംഎച്ച് ആണെങ്കിൽ 6200 mAhൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇതിൽ വയേർഡ് ചാർജിങ് ആയിട്ടുള്ള 90 watt അവർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രൊസർ വൈസ് നോക്കുകയാണെങ്കിൽ മറ്റേതിൻ്റെ അത്ര ഒന്നും പെർഫോമൻസ് ഇതിൽ കിട്ടത്തില്ല. എന്നാൽ 7th Gen 3ൻ്റെ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊസറും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ 3 ഫോൺസും. ഓക്കെ.